നമസ്കാരം, ഞാൻ ആതിര വിജിയാണ്. വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വീറ്റോ പവർ എന്നാൽ എന്താണ് വീറ്റോ പവർ എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നിരസിക്കുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെയാണ് നമ്മൾ വീറ്റോ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നിരസിക്കുവാനുള്ള ആരുടെ അധികാരമാണ്? പ്രസിഡന്റിന്റെ അധികാരത്തെയാണ് നമ്മൾ വീറ്റോ പവർ എന്ന് പറയുന്നത്. അപ്പോൾ വീറ്റോ പവർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെ കൂടാതെ ആരും യൂസ് ചെയ്യും? ഗവർണർക്കും ഈ വീറ്റോ പവർ യൂസ് ചെയ്യാം. അപ്പൊ വീറ്റോ പവർ യൂസ് ചെയ്യുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രസിഡന്റും രണ്ടാമതായിട്ട് വരുന്നത് ഗവർണറുമാണ്. ഇനി ഏത് ആർട്ടിക്കിളിലാണ് വീറ്റോ പവറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കാം. ആർട്ടിക്കിൾ 111 ഇമ്പോർട്ടന്റ് ആണ്, ഇത് PQ ക്വസ്റ്റ്യൻ ആണേ. ആർട്ടിക്കിൾ 111 ആർട്ടിക്കിൾ 111 വീറ്റോ പവറിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 111. ഈ ആർട്ടിക്കിൾ 111 തന്നെയാണ് വീറ്റോ പവറിനെ കൂടാതെ എന്തുകൊണ്ട് ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും അതും ഈ ആർട്ടിക്കിൾ 111 ആണ്. ഇനി വീറ്റോ പവർ എന്നാൽ എന്താണ് വീറ്റോ പവർ? വീറ്റോ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ വീറ്റോ എന്നാൽ തടയുക. വീറ്റോ എന്നാൽ എന്താണ്? തടയുക എന്നാണ് വീറ്റോ എന്ന അർത്ഥം. ബില്ലിന്മേലുള്ള തടയൽ. പ്രസിഡന്റ് ഒരു ബില്ല് നിരസിക്കുന്നതിനെയാണ് വീറ്റോ പവർ എന്ന് പറയുന്നു. അങ്ങനെയുള്ള വീറ്റോ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ്? തടയുക എന്നാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി നമുക്ക് വീറ്റോ പവറിനെ എത്രയായിട്ട് തിരിക്കാമെന്ന് നോക്കാം. മൊത്തത്തിൽ എത്രയായിട്ട് വീറ്റോ പവറിനെ എത്രയായിട്ട് തിരിക്കാം? 4 തരത്തിലാണ് വീറ്റോ പവർ ഉള്ളത്. അപ്പോൾ വീറ്റോ പവറിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമതായിട്ട് വരുന്നത് അബ്സല്യൂട്ട് വീറ്റോ, രണ്ടാമതായിട്ട് വരുന്നത് സസ്പെൻസീവ് വീറ്റോ, മൂന്നാമത് ക്വാളിഫൈഡ് വീറ്റോ, ലാസ്റ്റ് വൺ ഈസ് പോക്കറ്റ് വീറ്റോ. അപ്പോൾ എത്രയായിട്ട് തിരിക്കാൻ പറ്റും? 4 ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അബ്സല്യൂട്ട് വീറ്റോ, രണ്ടാമതായിട്ട് വരുന്നത് സസ്പെൻസീവ് വീറ്റോ, മൂന്നാമതായിട്ട് ക്വാളിഫൈഡ് വീറ്റോ, നാലാമതായിട്ട് വരുന്ന ഏതാണ്? പോക്കറ്റ് വീറ്റോ. അപ്പോൾ വീറ്റോ പവറിനെ പ്രധാനമായിട്ടും 4 ആയിട്ട് തിരിക്കാം. ഈ 4 ആയിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഒന്നാണ് അബ്സല്യൂട്ട് വീറ്റോ, രണ്ടാമതായിട്ട് വരുന്ന സസ്പെൻസീവ് വീറ്റോയും, മൂന്നാമത് ക്വാളിഫൈഡ് വീറ്റോയും, നാലാമതായിട്ട് വരുന്നത് പോക്കറ്റ് വീറ്റോയുമാണ്. ഇതിൽ ഈ ക്വാളിഫൈഡ് വീറ്റോ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ക്വാളിഫൈഡ് വീറ്റോയാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ലാത്തത്. അപ്പം ഇന്ത്യയിൽ ഉപയോഗിക്കാത്ത വീറ്റോ പവർ ഏതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിലവിലില്ലാത്ത വീറ്റോ പവർ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ക്വാളിഫൈഡ് വീറ്റോയാണ്. ഇന്ത്യയിൽ നിലവിലില്ലാത്ത വീറ്റോ പവർ ആണ് ക്വാളിഫൈഡ് വീറ്റോ. അപ്പോൾ നിലവിലുള്ള വീറ്റോ പവർ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത് അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോയും, ലാസ്റ്റ് വൺ ഈസ് പോക്കറ്റ് വീറ്റോയുമാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നോക്കാം. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇത്. വീറ്റോ പവറും വീറ്റോ പവറിന്റെ സബ് ഹെഡിങ്സ് ആയിട്ട് വരുന്ന അബ്സല്യൂട്ട്, സസ്പെൻസീവ്, ക്വാളിഫൈഡ്, പോക്കറ്റ്. ക്വാളിഫൈഡ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ നിലവിലില്ലാത്ത വീറ്റോ പവർ എന്നാൽ അല്ലെങ്കിൽ ഏതാണ് അങ്ങനത്തെ പവർ എന്നാണ് ക്വാളിഫൈഡ് വീറ്റോനെ കുറിച്ച് ചോദിക്കുന്നത്. ബാക്കി മൂന്നും അതിന്റെ എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് അബ്സല്യൂട്ട് വീറ്റോ. ഒന്നാമതായിട്ട് വരുന്നത് എന്താണ്? അബ്സല്യൂട്ട് വീറ്റോ. പേര് പോലെ തന്നെ അബ്സല്യൂട്ട്, അതായത് പേര് പോലെ തന്നെ എന്താണ്? ഒരു ബില്ല് പൂർണ്ണമായിട്ടും നിരസിക്കുവാനുള്ള അബ്സല്യൂട്ട് വീറ്റോ. പേര് പോലെ തന്നെ ഒരു ബില്ലിനെ പൂർണ്ണമായും നിരസിക്കുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെയാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. അപ്പം ബില്ല് നിരസിക്കാനുള്ള പൂർണ്ണമായ അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു ബില്ല് നിരസിക്കുന്നുവെങ്കിൽ അതിന് എന്തെന്ന് പറയാം? ആ ബില്ലിന്മേൽ അബ്സല്യൂട്ട് വീറ്റോ പ്രസിഡന്റ് ഉപയോഗിച്ചു എന്ന് നമുക്ക് സാധിക്കും. ഈ അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ആ ബില്ല് ഒരിക്കലും എന്താവില്ല? നിയമമാകത്തില്ല. അപ്പം ബില്ല് ഒരിക്കലും നിയമമാകാത്ത സാഹചര്യമാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. പ്രധാനമായും അബ്സല്യൂട്ട് വീറ്റോ രണ്ട് സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമതായിട്ട് വരുന്ന എന്താണ്? പ്രൈവറ്റ് ബില്ല്. ഒന്നാമതായിട്ട് വരുന്നത് പ്രൈവറ്റ് ബില്ലിന്മേൽ അബ്സല്യൂട്ട് വീറ്റോ പ്രധാനമായിട്ടും ഉപയോഗിക്കും.
പാർലമെന്റ് പാസ്സാക്കുന്ന പ്രൈവറ്റ് ബില്ലിന്മേൽ ഉപയോഗിക്കുന്നതാണ് അബ്സല്യൂട്ട് വീറ്റോ വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് കാലാവധി പൂർത്തിയാകുന്നതിന് തൊട്ട് മുൻപ് ഗവൺമെന്റ് ചില നിയമങ്ങൾ എന്ത് ചെയ്യും, ബില്ലുകൾ പാസ്സാക്കി അത് രാഷ്ട്രപതിയുടെ മുന്നിലെത്തും. എന്നാൽ ആ ഇലക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഗവൺമെന്റ് എന്ത് പറയും, മുൻപ് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഗവൺമെന്റ് പാസ്സാക്കിയ നിയമം, മുൻപുണ്ടായിരുന്ന ഗവൺമെന്റ് നിർമ്മിച്ച നിയമം ഇനി വേണ്ട എന്നാണ് നിലവിലെ ഗവൺമെന്റ് ആരടുത്ത് പറയുക, രാഷ്ട്രപതിയുടെ അടുത്ത് പറയുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, അബ്സല്യൂട്ട് വീറ്റോ പവർ എന്തിന്മേൽ യൂസ് ചെയ്യാം, ബില്ലിന്മേൽ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അബ്സല്യൂട്ട് വീറ്റോ. അപ്പൊ പ്രൈവറ്റ് ബില്ലിന്മേലും യൂസ് ചെയ്യാൻ പറ്റും, കാലാവധി തീരുന്നതിന് മുൻപ് മന്ത്രിസഭ പാസ്സാക്കിയ ബില്ലിന്മേലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ പ്രൈവറ്റ് ബില്ലിന് അല്ലെങ്കിൽ ഈ അബ്സല്യൂട്ട് വീറ്റോ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഏതാണ്, സസ്പെൻസീവ് വീറ്റോ. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്ന ഏതാണ്, സസ്പെൻസീവ് വീറ്റോ. രണ്ടാമതായിട്ട് വരുന്നതാണ് സസ്പെൻസീവ് വീറ്റോ. ഇത് പൂർണ്ണമായിട്ട് നിരസിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായിട്ട് നിരസിക്കുന്ന എന്ത് മാത്രമാണ്, അബ്സല്യൂട്ട് വീറ്റോ മാത്രമാണ് ബില്ല് പൂർണ്ണമായിട്ട് നിരസിക്കുന്നത്. എന്നാൽ സസ്പെൻസീവ് വീറ്റോ എന്നാൽ എന്താണ് സസ്പെൻസീവ് വീറ്റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു റീകൺസിഡറേഷൻ നടത്തും. രാഷ്ട്രപതി തന്റെ അടുക്കൽ എത്തുന്ന ബില്ലിനെ ഒരു റീകൺസിഡറേഷന് വേണ്ടി തിരികെ ആർക്ക് തന്നെ അയക്കും, പാർലമെന്റിലേക്ക് തന്നെ തിരികെ അയക്കുന്നതിനെയാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. ചില ബില്ലുകൾ പാർലമെന്റ് പാസ്സാക്കുന്ന ചില ബില്ലുകൾ രാഷ്ട്രപതി റീകൺസിഡറേഷന് വേണ്ടി തിരികെ എന്തിലേക്ക് തന്നെ അയക്കും, പാർലമെന്റിലേക്ക് തന്നെ അയക്കും. അത്തരത്തിൽ ആ ബില്ലിന്മേൽ ഉപയോഗിക്കുന്ന വീറ്റോ പവർ ആണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. ഇനി സസ്പെൻസീവ് വീറ്റോ ഉപയോഗിക്കാത്ത ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന മണി ബിൽ ഉണ്ടല്ലോ, ആ മണി ബില്ലിൽ ഒട്ടും തന്നെ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, സസ്പെൻസീവ് വീറ്റോ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സസ്പെൻസീവ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഏത് ബില്ലിന്മേലാണെന്ന് ചോദിച്ചാൽ മണി ബില്ലിന്മേൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു വീറ്റോ പവർ ഏതെന്ന് ചോദിച്ചാൽ എന്താണ്, സസ്പെൻസീവ് വീറ്റോ. അപ്പം മണി ബില്ലിന്മേൽ യൂസ് ചെയ്യാൻ പറ്റാത്ത വീറ്റോ പവർ ആണ് സസ്പെൻസീവ് വീറ്റോ. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ് ഈ ഭരണഘടനാ ഭേദഗതി ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സിൽ നമുക്ക് വീറ്റോ പവർ യൂസ് ചെയ്യാമോ ചെയ്യരുതോ എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം, ഒരു വീറ്റോ പവറും എന്ത് പാടില്ല, ഒരു വീറ്റോ പവറും ഈ ഭരണഘടനാ ഭേദഗതികളിൽ നമ്മൾ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഒരു വീറ്റോ പവറും രാഷ്ട്രപതിക്ക് ഭരണഘടനാ ഭേദഗതികളിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പം ഭരണഘടന എന്താണ് പറയുന്നത്, ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ രാഷ്ട്രപതിക്ക് വീറ്റോ പവർ യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇത് പറയുന്നത്. ഭരണഘടനാ ഭേദഗതികളിൽ ഒന്നും തന്നെ രാഷ്ട്രപതിക്ക് ഒരു വീറ്റോ പവറും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഭേദഗതിയാണ് 1971 24-ാം ഭേദഗതി. 24-ാം ഭേദഗതിയിലാണ് അങ്ങനെ പറയുന്നതാണ്, രാഷ്ട്രപതി എന്തിൽ യൂസ് ചെയ്യാൻ പാടില്ല, വീറ്റോ പവർ ഒന്നും തന്നെ ഈ ഭരണഘടനാ ഭേദഗതികളിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ അതാണ് 1971 24-ാം ഭേദഗതി. ഇത് ഈ പാർട്ടിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ. ഇനി മൂന്നാമതായിട്ട് വരുന്നത്, ആദ്യം നമ്മൾ പഠിച്ചു അബ്സല്യൂട്ട് വീറ്റോ എന്നാൽ എന്തെന്ന്, രണ്ടാമതായി സസ്പെൻസീവ് വീറ്റോ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വരുന്ന ഏതാണ്, പോക്കറ്റ് വീറ്റോ. മൂന്നാമതായിട്ട് വരുന്ന ഏതാണ്, പോക്കറ്റ് വീറ്റോ. ഇത് പേരിലുള്ളത് പോലെ തന്നെ നമ്മൾ പോക്കറ്റിൽ വയ്ക്കുക എന്നൊക്കെ ഉദ്ദേശം വരില്ലേ, ആ സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പോക്കറ്റ് വീറ്റോ എന്താണ്, അബ്സല്യൂട്ട് ആയിട്ട് അതിനെ നിരസിക്കുകയുമല്ല, എന്നാൽ റീകൺസിഡറേഷന് വേണ്ടി തിരികെ അയക്കുന്നതുമല്ല പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് വെച്ചാൽ എന്താണ്, ഹോൾഡ് ചെയ്ത് വെക്കും. ഒരു കാലയളവിലേക്ക് പ്രസിഡന്റ് സ്വന്തം ഇഷ്ടപ്രകാരം ഹോൾഡ് ചെയ്ത് വെക്കുന്ന വീറ്റോ പവറിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. അപ്പം ഹോൾഡിംഗ് പവർ ആണ്, ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കുന്ന വീറ്റോ പവർ, ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കുന്ന രാഷ്ട്രപതിയുടെ വീറ്റോ പവറിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഈ ബില്ലിനെ എത്ര നാളത്തേക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കാം എന്ന് ചിലപ്പോൾ ചോദിക്കാം. എന്നാൽ അതൊരു നിശ്ചിത കാലയളവ് നമ്മുടെ ഭരണഘടനയിൽ ഈ ഹോൾഡിംഗ് പീരീഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പോക്കറ്റ് വീറ്റോ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ എന്താണ്, ഒരു ബില്ലിന്മേൽ യാതൊരു തീരുമാനവും എടുക്കാതെ തന്റെ കൈവശം കുറച്ചു കാലം, ഒരു നിശ്ചിത കാലയളവിലേക്ക്, അല്ലെങ്കിൽ അത് കാലയളവ് പറയാതെ തന്നെ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന രാഷ്ട്രപതിയുടെ വീറ്റോ പവറിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്.
ഇതിൽ പ്രത്യേകിച്ച് ഒരു കാലയളവും ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ വീറ്റോ പവറിനെ എത്രയായിട്ട് തിരിക്കാം? അബ്സല്യൂട്ട് വീറ്റോ എന്നും സസ്പെൻസീവ് വീറ്റോ എന്നും പോക്കറ്റ് വീറ്റോ എന്നും തിരിക്കാം. അബ്സല്യൂട്ട് വീറ്റോ ആണെങ്കിൽ എന്താണ്? പൂർണ്ണമായിട്ടും നിരസിക്കുന്നതിനാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. എന്നാൽ സസ്പെൻസീവ് വീറ്റോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബില്ല് എന്ത് ചെയ്യും? റീകൺസിഡറേഷന് വേണ്ടി പാർലമെന്റിൽ അയക്കുന്നതിനെയാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ സസ്പെൻസീവ് വീറ്റോ പാർലമെന്റിൽ തിരികെ അയക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തിരികെ അയക്കുമ്പോൾ എന്ത് ചെയ്യും? പാർലമെന്റ് തിരിച്ച് ആ നിയമങ്ങൾ അങ്ങോട്ട് പാസ്സാക്കും, അല്ലെങ്കിൽ പാർലമെന്റ് തിരികെ ആ നിയമങ്ങൾ വീണ്ടും പാസ്സാക്കി ആ ബില്ല് എവിടെ എത്തും? രാഷ്ട്രപതിയുടെ മുൻപിലെത്തും. അങ്ങനെയുള്ള ബില്ലുകൾ, രാഷ്ട്രപതിയുടെ മുൻപിലെത്തുന്ന രണ്ടാമതായിട്ടുള്ള ആ ബില്ലുണ്ടല്ലോ, സസ്പെൻസീവ് വീറ്റോ പാസ്സാക്കിയ ബില്ല്, അത് ഉറപ്പായിട്ടും രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കണം. രാഷ്ട്രപതിയുടെ മുന്നിൽ സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ച ബില്ല് തിരികെ ആരുടെ മുന്നിൽ തന്നെ എത്തുന്നു? രാഷ്ട്രപതിയുടെ മുന്നിൽ തന്നെ എത്തുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും രാഷ്ട്രപതി അതിന് അനുമതി നൽകിയിരിക്കണം. അനുമതി നൽകിയിരിക്കണം എന്ന് പറയുന്നത് ഈ സസ്പെൻസീവ് വീറ്റോയിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ കൂടിയാണ്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ ആണെങ്കിൽ എന്താണ്? ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് പറയുന്നത്. ഒരു ബില്ലിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്.